മാതൃഭൂമി ചാനലിൽ നടന്ന ഒരു ചർച്ച. അതിൽ കിഫ പ്രതിനിധി, അതുപോലെ ഒരു വികാരി അച്ഛൻ, അങ്ങനെയുള്ള 2-3 ആളുകൾ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാടിനെ കുറിച്ചിട്ട് വന്യജീവിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും ഒരാളുണ്ടായിരുന്നു. ഇതിൽ കിഫ പ്രതിനിധിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയ്ക്ക് മറുപടിയാണ് ഞാൻ ഈ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ വന്യജീവികൾക്കെതിരെയും കാടിനെതിരെയും അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ ഭൂമിയിലേ അല്ല അദ്ദേഹം ജീവിക്കുന്നത്. തനിച്ച് ഞാൻ മാത്രം മതി അല്ലെങ്കിൽ കുറേ മനുഷ്യർ മാത്രം മതി എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവിടെ മറ്റ് വന്യജീവികളോ വനമോ അല്ലെങ്കിൽ സഹജീവികളോ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റമോ ആവാസ വ്യവസ്ഥകളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വെറും മനുഷ്യർ മാത്രം മതി. കാട് എന്തിനാണ് വർദ്ധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാട് എന്തിനാണ് വർദ്ധിക്കുന്നത്? കാട്ടിൽ ആനകൾ പെരുകുന്നത്. എത്ര ആനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6000 ആനകൾ വരെ കണക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 6000 ആനകൾ കേരളത്തിലുണ്ടോ? അപ്പം വാസ്തവ വിരുദ്ധമായിട്ട് ഈ സംസാരിക്കുകയാണ്. ആങ്കറിന് പോലും എന്താണ് ചോദിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചർച്ച കൊണ്ടുപോകേണ്ടതെന്നും ഈ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയില്ല എന്ന് ആ ചർച്ച കണ്ടാൽ മനസ്സിലായിട്ടുണ്ട്. അതായത് സർക്കാർ ആകാശം നോക്കുകയാണ്, വട്ടം തിരിയുകയാണ്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. സൊല്യൂഷൻ ഇവർ പറയുന്നത്, എല്ലാവരും പറയുന്നത്, ഈ പള്ളിയിലച്ഛൻ പറയുന്നത്, അതുപോലെ ഈ കിഫയുടെ പ്രതിനിധി പറയുന്നത് വെടിവെച്ച് കൊല്ലാനാണ്. എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. നമ്മുടെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. നാട്ടിലേക്ക് ഇറങ്ങി വന്ന ഒരു ആനയെ വെടിവെച്ച് കൊന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആര് വെടിവെച്ച് കൊല്ലും? ഇത് ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം പറയണം. ഈ കിഫയുടെ അധികൃതർ ഉത്തരം പറയണം. അദ്ദേഹം ഫാദർ പറയുന്നുണ്ട്, അദ്ദേഹം ജർമ്മനിയിലൊക്കെ ജീവിച്ച ആളെന്ന് വരും. അവിടെ കള്ളിങ് നടക്കുന്നു. കൂടി വന്ന് വന്യജീവി കൂടി കഴിഞ്ഞാൽ അതിനൊക്കെ പിന്നെ അവർ കൊന്നിട്ട് നിയന്ത്രിക്കുന്നു. സ്വിറ്റ്സർലൻഡിലൊക്കെ വെടിയിറച്ചി, മാനിറച്ചി അതുപോലുള്ള ഇതൊക്കെ നടക്കുന്നു. അതുപോലെ ഇവിടെയും നടപ്പിലാക്കണം, എല്ലാത്തിനും വെടിവെക്കണം. ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്ത് പരിസ്ഥിതിയാണ് അല്ലെങ്കിൽ എന്ത് നിയമമാണ് ഇവർ പാലിക്കുന്നത്? ആനയെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ ബഹളം വെക്കും. പിന്നെ മനുഷ്യർ അത്ര മനുഷ്യന് വിലയില്ലേ? വണ്ടി തട്ടിയിട്ട് ഈ റോഡിൻ്റെ മേലെ എത്ര മനുഷ്യർ മരിക്കുന്നു? വണ്ടി കത്തിക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മൾ ഒരു വണ്ടി തട്ടുമ്പോഴും ആ വണ്ടി കത്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഉണ്ടാവും. ഏതൊക്കെ തരത്തിൽ മനുഷ്യർ മരിക്കുന്നുണ്ട്? മനുഷ്യർ മരിക്കുക എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു മരണത്തെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവിടെ വന്യജീവികളാകുമ്പോൾ വന്യജീവികളെ കൊല്ലുക എന്നുള്ള ഈ ഒരു ധാർഷ്ട്യം ഇവരുടെ. കാട് കൂടുന്നത് ആണ് ഇവർക്ക് പ്രശ്നമെന്ന് പറയുന്നു. കാട് എവിടെയാണ് കൂടുന്നത്? കാട് കുറഞ്ഞു വരികയാണ്. കയ്യേറി കാടൊക്കെ കയ്യേറി പണ്ടേ തീർന്നിരിക്കുകയാണ്. കാടിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഞാൻ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഭാഗം, എൻ്റെ ഇടത് കൈയുടെ ഉൾവശവും വലത് കൈയുടെ ഉൾവശവും എത്രയാണോ അത്ര മാത്രമേ ഇപ്പോൾ കാടുള്ളൂ. ഇപ്പോൾ നമുക്ക് കാടുള്ളൂ. അത് ഞാൻ ശതമാനത്തിലേക്കൊന്നും പറയുന്നില്ല. ഇനി കൈ ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടത് കൈയുടെ പുറം വശവും വലത് കൈയുടെ പുറം വശവും വരെ മനുഷ്യരും, വലത് കൈയുടെ ഉള്ളം വശവും ഇടത് കൈയുടെ ഉള്ളം വശവും വരെ കാടുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയങ്ങൾക്കൊക്കെ ഇതിങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാർ വലിയ തോതിൽ കാടിൻ്റെ മേലെ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞാലും ഇത്രയും കാടുണ്ടായിരുന്നു. ഇത്രയും കാടുണ്ടായിരുന്ന സമയത്ത് അത്രയും വന്യജീവികൾ കാട്ടിലുണ്ടായിരുന്നു. പിന്നീട് മനുഷ്യർ കൂടി. ഞാൻ കൈ നിർത്തി പിടിച്ചിരിക്കുന്ന ഇത്രയും സ്പേസ് പകുതി ഏകദേശം മനുഷ്യനും വന്യജീവികൾക്കും ഉണ്ടായത്. നമ്മൾ കാട്ടിലേക്ക് കയ്യേറി കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞു വന്നു. കാടിൻ്റെ വിസ്തൃതി വീണ്ടും കുറഞ്ഞു. കാടിൻ്റെ വിസ്തൃതി കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാടിൻ്റെ വിസ്തൃതി കൂടുന്നു. നാടിൻ്റെ വിസ്തൃതി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ മേലെയുള്ള കയ്യേറ്റം നടന്നു എന്നർത്ഥം. കാടിൻ്റെ മേലെയുള്ള കയ്യേറ്റം ഏതൊക്കെ തരത്തിൽ നടന്നു? റോഡുകളാകാം, പട്ടണങ്ങളാകാം, ഡാമുകളാകാം, അതുപോലെ വലിയ റിസോർട്ടുകളാകാം, ഇങ്ങനെയുള്ള പിന്നെ തോട്ടങ്ങളാകാം, അതുപോലെ എസ്റ്റേറ്റുകളാകാം, മറ്റ് പല നിർമ്മിതികളാകാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള വലിയ പിന്നെ പദ്ധതികളാകാം. ഇതെല്ലാം കൊണ്ട് കാട് ഇത്രയായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ആവശ്യം വീണ്ടും കൂടി കാട് വീണ്ടും കുറഞ്ഞു. കാട് ഇത്രത്തേക്ക് വന്നു. കൈ നീട്ടിപ്പിടിച്ച സമയത്തുണ്ടായിരുന്നതിനേക്കാൾ 3ൽ ഒരു ഭാഗമായിട്ട് കാട് ഇത്ര പോരെ. ഈ 2 ഉള്ളം കൈയുടെ ഇടയിലുള്ള കാട്. അതിൻ്റെ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇങ്ങനെ വലിയ തോതിൽ കയ്യിൽ മുഴുവനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ കയ്യിൽ ഒതുക്കിയിട്ട് അതിനെ പ്രസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇതിനിങ്ങനെ പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്ര പോലെ ആക്കി കഴിഞ്ഞാൽ എന്താവും? അത്രയും വിസ്തൃതിയിലുണ്ടായിരുന്നത് ഇത്രയും സ്പേസിലേക്ക് വരുമ്പോൾ അത്രയും കൺജസ്റ്റഡായി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും സ്പേസ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കാട്ടിലെ വന്യജീവികൾക്ക് അവിടെ വെള്ളവും ഭക്ഷണവും ധാരാളമായിട്ടുണ്ടായിരുന്നു. അവർക്ക് മേഞ്ഞു നടക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇര പിടിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇര തേടാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, പ്രജനനം നടത്താനുള്ള സ്ഥലമുണ്ടായിരുന്നു, അവർക്ക് പുഴയുണ്ടായിരുന്നു, അവർക്ക് കുന്നും മലകളുണ്ടായിരുന്നു, ചോലവനങ്ങളുണ്ടായിരുന്നു, പുൽമേടുകളുണ്ടായിരുന്നു, നിത്യഹരിതവനങ്ങളും നിത്യഹരിതവനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ഒരു ഇക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. ഇരപിടിയനും ഇരയ്ക്കും അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ കഴിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ കുറഞ്ഞു വരുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഇരയും ഇരപിടിയനും നേർക്കുനേർ വന്നു. കടുവയ്ക്കും പുലിയും എന്ന് പറയുന്ന ഈ ഒരു വലിയ ജീവിക്ക്, അതായത് കാർണിവോർസ് ആയിട്ടുള്ള അവയ്ക്ക് വേണ്ടത്ര പിന്നെ അവരുടെ ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടു. അവർക്ക് വെള്ളമില്ല, അവർക്ക് ഹൈഡിങ് പ്ലേസ് ഇല്ല. ആനകൾക്ക് അവരുടെ ചോലവനങ്ങളില്ല, ആനകൾക്ക് അവരുടെ പുൽമേടുകളില്ല. അത് കുറഞ്ഞു. അത് മനുഷ്യർ തോട്ടങ്ങളാക്കി, അത് മനുഷ്യർ കയ്യേറി കോറികളാക്കി, ഡാമുകളാക്കി ഒക്കെ ആക്കി.
ഇരക്കെന്താണ്? ഇരക്ക് അവരുടെ കുഞ്ഞിനെ സംരക്ഷിക്കണം, അവരുടെ കുഞ്ഞിനെ വളർത്തണം, ഇരപിടിയിൽ നിന്ന് സംരക്ഷിക്കണം. ഈ സ്പേസിക് ക്ലോസ് ക്വാർട്ടറിൽ വരുന്ന സമയത്ത് ഈ ഇരയും ഇരപിടിയനും തമ്മിൽ ഫേസ് ടു ഫേസ് വരുമ്പോൾ ഇരയ്ക്കും നിലനിൽപ്പില്ലാതാകും, ഇരപിടിയനും നിലനിൽപ്പില്ലാതാകും. ഇത് രണ്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റത്തിൽ സംഭവിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും. പെട്ടെന്ന് അത് പിടിപെട്ടില്ല, പക്ഷെ അത് സാവധാനത്തിൽ നമ്മുടെ മൊത്തം ഇക്കോളജിയെ, നമ്മുടെ കുടിവെള്ളത്തെ അടക്കം, നമ്മുടെ കാലാവസ്ഥയെ അടക്കം ഇത് ബാധിക്കുമെന്നുള്ള പ്രാഥമികമായ അറിവെങ്കിലും ഈ കിഫയുടെ ആൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്പേസിൽ കൂടി അവരെ ജീവിക്കാൻ വിടില്ല എങ്കിലോ, അതായത് ചുരുക്കി ഇങ്ങനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ കാട്ടിനകത്ത് തന്നെ നിങ്ങൾ നിൽക്കണം, ഇതിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല, ഇതിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയുടെ ഇടതുവശത്തിൻ്റെ പുറത്തും വലതുവശത്തിൻ്റെ പുറകെയും വലിയ തോതിൽ കാട് കയ്യേറി മനുഷ്യൻ പിടിച്ചിട്ട് അവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മധുര നാരങ്ങ നട്ടിട്ടുണ്ട്, കൈതച്ചക്ക നട്ടിട്ടുണ്ട്, വാഴ നട്ടിട്ടുണ്ട്, തെങ്ങ് നട്ടിട്ടുണ്ട്, പച്ചക്കറികൾ നട്ടിട്ടുണ്ട്, എല്ലാം നട്ടിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഇതിനകത്ത് നിങ്ങൾ നിന്നോണം, ഇതിന് പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ട് അപ്പുറം ഈ വന്യജീവികൾ നിൽക്കുമോ? ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ പരാക്രമങ്ങളാണ് കാട്ടുന്നത്? അവർ ഭക്ഷണം കണ്ട ഭാഗത്തേക്ക് പോകും, സ്വാഭാവികമായിട്ടും ഭക്ഷണം കണ്ട ഭാഗത്തേക്ക് അവർ പോകും. ഈ വേലിക്കെട്ടുകളൊക്കെ താർത്തുകൊണ്ട് ഇങ്ങോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി കഴിയും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വരാനുള്ള ടെൻഡൻസി കുറയും. അതാണ് തണ്ണീർ കൊമ്പനൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ആനകൾക്ക് സംഭവിക്കുന്നത്. ഒരു നാടൻ ആനയായി കഴിഞ്ഞാൽ, നാട്ടിലിറങ്ങിയിട്ട് നാടിൻ്റെ സ്വഭാവം പഠിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് അവർ പിന്നെ ഈ കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഇതിനകത്ത് വന്നിട്ട് എരിവരി കൊള്ളാൻ നിൽക്കില്ല. അവർ അവരുടെ ദുരിതം അനുഭവിക്കാൻ അതിനകത്ത് വരില്ല, അവർ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പുറത്തുള്ള ഈ ഒരു സൗകര്യങ്ങൾ അറിഞ്ഞാൽ പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നതാണ്. പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നു, പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്, മനുഷ്യർ ഒരുക്കിയിട്ടുണ്ട്, ചേമ്പും ചേനയും അതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ കാട്ടിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആന പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാകും, നാട്ടിൽ പിടിച്ചുകൊണ്ട്. അപ്പം വെടിവെച്ചിട്ട് പിടിക്കുക എന്നുള്ളതോ മയക്കുമരുന്നും കൊണ്ട് നടക്കുക എന്നുള്ളതോ മന്ത്രി പറയും പോലെ ഇതല്ല സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറയുന്നത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കാടും മനുഷ്യനും തമ്മിലുള്ള ദൂരം, അകലം, അതിൽ ഒരു പരിഗണനീയമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഒരു 200 മീറ്റർ കാടിൻ്റെ പുറത്ത് മാത്രമേ മനുഷ്യർ താമസിക്കാൻ പാടുള്ളൂ എന്ന് പണ്ടേ പറയുന്ന ഒരു സിദ്ധാന്തമാണ്. പക്ഷേ ഈ മലയോരത്ത് താമസിക്കുന്ന മനുഷ്യരൊന്നും കേൾക്കാറില്ല. അവർ ഉടനെ തന്നെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടി ഒഴിപ്പിക്കുന്നു, ഞങ്ങളെ കൊല്ലാൻ വരുന്നു, ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ല, ഞങ്ങളെ കൃഷി ചെയ്യാൻ വിടുന്നില്ല, ഞങ്ങളെ അടിച്ചോടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാക്കാതെ, ഒരു ലോകവും തിരിയാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് കണ്ണവമൊക്കെ എത്രയാ 35ഓളം വാഹനങ്ങളാണ് കത്തിച്ചത്, വനംവകുപ്പിൻ്റെ ഓഫീസ് തീയിട്ടും എന്തൊക്കെ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത്. പിന്നീട് അവർ തിരിച്ചറിഞ്ഞു ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാടിൽ നിന്നും മനുഷ്യൻ്റെ ദൂരം കുറച്ച് ഒരു ഡിസ്റ്റൻസ് വെക്കണമെന്നും വന്യജീവികൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ അവിടെ വെച്ച് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്നും ഉള്ള ഒരു കാര്യം അന്ന് പറഞ്ഞത്. പക്ഷേ ആരും കൈക്കൊണ്ടില്ല. ഇനിയും പറ്റും. ഇനിയും സർക്കാർ ചെയ്യേണ്ടത് ഇതാണ്. കാടിനകത്തെ മനുഷ്യർ കയറാതിരിക്കുക. കാടിനകത്തേക്ക് ടൂറിസം എന്ന് പറഞ്ഞിട്ടോ പഠനം എന്ന് പറഞ്ഞിട്ടോ വെടിവെക്കാൻ വേണ്ടിയിട്ടോ ഒന്നും കാടിനകത്ത് കയറാതിരിക്കാൻ വളരെ ശക്തമാക്കുക. കർണാടക പോലെ കാടിനകത്ത് ഒരാൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അവർ പിടിച്ചുകൊണ്ടു പോകും. കാര്യം സംശയമില്ല. കേരളത്തിൻ്റെ കടലേക്ക് അങ്ങനെയാണ്. പിന്നെ നിഷ്പ്രയാസം ആളുകൾ കയറുന്നതിനും വന്യജീവികൾ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ടും ക്വാറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ പോയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇവരുടെ ഈ ഒരു സൂത്രമാണ്. ഈ കിഫ എന്ന് പറയുന്നവരുടെ ഒരു കൃത്യമായിട്ടുള്ള സൂത്രമാണ്. കാട് കയ്യേറി പിടിച്ച കാടിന് പട്ടയം ലഭിക്കാനുള്ള ഒരു കൃത്യമായ സൂത്രമാണ് ഇവരുടെയൊക്കെ വെച്ച് പുലർത്തുന്നത്. ഇവരാണ് ആൻറ്റി എൻവയോൺമെൻറ്റലിസ്റ്റാണ് ഇവർ കൃത്യമായിട്ട് ആൻറ്റി എൻവയോൺമെൻറ്റലിസ്റ്റ്. പരിസ്ഥിതിയില്ലാതെ മനുഷ്യ ജീവിക്കൽ എങ്ങനെയാണ്? വെള്ളവും ഇതൊക്കെ തരുന്നതാണ് ഈ കാട് എന്ന് പറഞ്ഞ വനസമ്പത്ത്. ഒരു നാടിൻ്റെ മൂന്നിൽ 2 ഭാഗമെങ്കിലും കാടുണ്ടാക്കണമെന്ന് പണ്ട് പറഞ്ഞു. ഇത് പിന്നെ സ്വാതന്ത്ര്യം കുറച്ചിട്ട് ഇതിങ്ങനെ കുറഞ്ഞ വന്ന സമയത്ത് 1 ഭാഗമെങ്കിലും കാടുണ്ട് എന്നുള്ള ഇൻ്റർനാഷണൽ നിയമമാണ്. പക്ഷേ അതിൽ പോലും ഇവർ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തെ, ഒരാൾക്കും ഒരു വന്യജീവിയും കൊല്ലാൻ പറ്റില്ല ചട്ടപ്രകാരം. ആരെങ്കിലും കേസിന് പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇനി കളക്ടറായാലും വേണ്ടിയില്ല, ഇനി PCC ആയി കഴിഞ്ഞാലും വേണ്ടിയില്ല, ഇനി ആരായി കഴിഞ്ഞാലും വന്യജീവികളെ കൊന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പേപ്പർ എഴുതിയിട്ട് അല്ലെങ്കിൽ ഒരു പരാതി കൊണ്ട് പോയി അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കൊല്ലാൻ ഉത്തരവിട്ട അയാളും കൊന്നയാളും ആജീവനാന്ത കാലം കേസുമായി നടക്കേണ്ടി വരും. ഒരൊറ്റയാൾ അദ്ദേഹത്തെ സഹായിക്കില്ല. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർ കാശ് കൊണ്ടും വേറെ കടമണിച്ച കാശ് കൊണ്ടും ഒക്കെ ഈ കേസ് നടത്തേണ്ടി വരും. ഒരു ഡിപ്പാർട്ട്മെൻറ്റും അയാൾ സഹായിക്കില്ല, മറ്റേ തിരിഞ്ഞു നോക്കില്ല. ഇത് ഭയന്നുകൊണ്ടാണ് ഒരു ഉദ്യോഗസ്ഥനും ഒരു വന്യജീവിയെ കൊല്ലാൻ നിൽക്കാത്തത്. ഇതെല്ലാവർക്കും അറിയാം. കോടതിയും ചട്ടങ്ങളും വ്യവസ്ഥകളും എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും പ്രക്ഷോഭം നടത്തിയ ഉടനെ അതിന് വെടിവെച്ച് കൊല്ലണ്ടേ? പിന്നെ മയക്കുമരുന്ന് കൊണ്ട് ആണ് ഓടുന്നത്. മയക്കുമരുന്നല്ല ഇവിടുത്തെ സൊല്യൂഷൻ. മനുഷ്യർ മാറി താമസിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വോട്ട് ചോർന്നു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. വോട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ പിന്നെ എന്താണ്? ഈ വോട്ടാണല്ലോ നിങ്ങളുടെ എല്ലാം തന്നെ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ വോട്ട് അവിടെ മാറ്റി വെച്ചുകൊണ്ട് ജനങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് അവിടെ പഞ്ചായത്തുണ്ട്, അവിടെ വാർഡ് സഭകളുണ്ട്, അവിടെ റവന്യൂ ഉണ്ട്, അവിടെ വനം വകുപ്പുണ്ട്, അവിടെ മറ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചു കൂട്ടിയിരുത്തി ഈ വസ്തുത പറഞ്ഞു കൊടുക്കുക. 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഠിനമാണെന്നും അതെടുത്ത് കളിക്കാൻ പറ്റില്ലെന്നും അത് സെൻട്രൽ ആക്ട് ആണെന്നും അത് അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അത് ആരെങ്കിലും അതിനെ, പ്രത്യേകിച്ച് വന്യജീവികളെ ആരെയും കൊല്ലണ്ട, വന്യജീവികളെ കൊല്ലേണ്ട ആവശ്യമില്ല. വന്യജീവികളെ പേടിപ്പിച്ചാൽ മതി, വന്യജീവികളെ കല്ലെറിഞ്ഞാൽ മതി, വന്യജീവികൾ പോകുന്ന വഴിയെ തടസ്സപ്പെടുത്തിയാൽ മതി, അതിൻ്റെ ആവാസം, കൂട്, ഷെൽട്ടർ, ഗുഹ, അതിൻ്റെ മാളങ്ങൾ നശിപ്പിച്ചാൽ മതി, വന്യജീവികൾക്ക് വിഷം വെച്ചാൽ മതി, വന്യജീവികളെ കെണിയിൽ കൊടുക്കാൻ നോക്കിയാൽ ഇതെല്ലാം കില്ലിങ്ങിൽസ് വരുന്നതാണ്.
കില്ലിംഗ് എന്ന് പറയുന്ന വന്യജീവികൾ കൊല്ലുന്ന ഒരു ചട്ടത്തിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ. അത് കൊല്ലേണ്ട ആവശ്യമില്ല, അതൊക്കെ കൊല്ലുന്നതിന് സമാനമായിട്ടാണ് കേസെടുക്കുക. അതും ഷെഡ്യൂൾ ഒന്നിൽ വരുന്ന ആന, ഷെഡ്യൂൾ 1 വരുന്ന ടൈഗർ, ഇതൊക്കെയാണ് ഇവർ കൊല്ലാൻ പറയുന്നത്. ഒരു കാലത്ത് നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ കിഫ എന്ന് പറയുന്ന ഈ യാതൊരു ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ഇവരൊക്കെ വിളിച്ച് പറയുന്നില്ല. ആര് കൊല്ലും? കർണാടകത്തിൽ കൊന്നിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ കൊന്നത് എങ്ങനെയാണ്? നാലോളം മനുഷ്യരെ പിന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട സമയത്താണ് അദ്ദേഹം ഒരു മാനേറ്ററായിട്ട് ആ കടുവയെ പ്രഖ്യാപിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. അത് പറ്റും. അങ്ങനെ അത്യപൂർവമായിട്ടുള്ള കേസുകളിൽ PCCF-ന് ഉത്തരവെടുക്കാൻ പറ്റും. അല്ലാതെ ഒരാൾ വന്നിട്ട് പിന്നെ ഒരു ആനയെ പെട്ടെന്ന് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല, ഒരു ടൈഗറിനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില അതിനെ കാറ്റഗറൈസ് ചെയ്യലുണ്ട്. അതിനുശേഷം മാത്രമേ PCCF-ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, കളക്ടർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇതിൻ്റെ പിന്നെ കേസിന് പോയി ജീവിതം മുടങ്ങിയ കഥകളൊക്കെ അവർക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിൽ ഇറങ്ങില്ല. അതുകൊണ്ട് ഈ കിഫ എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾ എവിടെയെങ്കിലും വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെച്ചോളൂ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. വന്യജീവികളുണ്ടെങ്കിലേ മനുഷ്യരുണ്ടാവുകയുള്ളൂ എന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സിദ്ധാന്തം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരാം. ഒഴിവാക്കുന്നത് മനുഷ്യന് ബുദ്ധിയുണ്ട്, മനുഷ്യന് വിവേകമുണ്ട്, മനുഷ്യന് എല്ലാ സൗകര്യങ്ങളുണ്ട്, അത്യാധുനികമായ സൗകര്യങ്ങളുണ്ട്. അറിയാനും ഓടാനും പിന്നെ നടക്കാനും കേൾക്കാനും ഒക്കെയുള്ള അത്യാധുനികമായ സൗകര്യം മനുഷ്യനുണ്ട്. അതുകൊണ്ട് വന്യജീവികളിൽ നിന്നും രക്ഷ നേടണോ എന്ന് വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ പിന്നെ അപകടത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്ന് ഉടനെ വന്യജീവികൾ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്നാണ്